എല്ലാവർക്കും ടിന്നോകോസിന്റെ പുതിയൊരു ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൃശ്ശൂരിന്റെ അഭിമാനമായ തൃപ്രയാർ ശ്രീ രാമസ്വാമി ടെമ്പിൾ എന്ന ഈ മഹത്തായ ക്ഷേത്രത്തെ കുറിച്ചാണ്. ശാന്തമായി ഒഴുകുന്ന ഒരു നദിയുടെ തീരത്ത് വിശ്വാസവും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു ദൈവിക ലോകം പോലെ നിൽക്കുന്ന ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ഭക്തിയും അനുഗ്രഹവും ചേർന്ന ഒരു പുണ്യസ്ഥലമാണ്. സർവദുരിതഹരൻ തൃപ്രയാറപ്പൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭക്തരുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം നിറയുന്നു. നൂറ്റാണ്ടുകളായി അനേകം ഭക്തർ അനുഭവിച്ച ആശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സാക്ഷിയാണ് ഈ ക്ഷേത്രം. ഒരു വിശ്വാസപ്രകാരം ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം കടലിൽ നിന്ന് ഒരു മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ലഭിച്ചതാണ്. അത് ഒരു സാധാരണ കണ്ടെത്തലായിരുന്നില്ല, ഒരു ദൈവിക അനുഭവം തന്നെയായിരുന്നു. ആ വിഗ്രഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയ നാട്ടുകാർ അതിനെ അതീവ ആദരവോടെ ഏറ്റെടുത്തു. ശേഷം തൃശ്ശൂരിലെ ഒരു പ്രശസ്ത താന്ത്രികനെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ വിഗ്രഹം ഇന്നത്തെ സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു. ഈ കഥ നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം ഒരു വിഭാഗത്തിൻ്റെത് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് എന്ന്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയുള്ള ദൈവസ്വരൂപമാണ്. ഇവിടെ ശ്രീരാമൻ സാധാരണ രൂപത്തിലല്ല, വില്ലും ബാണവും ധരിച്ച രാജകുമാരനായി മാത്രമല്ല, 4 കൈകളോടെ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ. ത്രിമൂർത്തികളുടെ സങ്കല്പത്തിൽ ഇവിടെയുള്ള ഓരോ ഘടകത്തിനും ആഴമുള്ള അർത്ഥമുണ്ട്. ശംഖ് സൃഷ്ടിയുടെ തുടക്കം, ചക്രം സംരക്ഷണത്തിന്റെയും സംഹാരത്തിന്റെയും ശക്തി, വില്ല് ധർമ്മ സംരക്ഷണത്തിന്റെ അടയാളം, മാല ജ്ഞാനവും സൃഷ്ടിശക്തിയും. ഈ എല്ലാം കൂടി ബ്രഹ്മ വിഷ്ണു ശിവ ഈ ത്രിമൂർത്തികളുടെ ശക്തി ഒരുമിക്കുന്ന അപൂർവ രൂപം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദർശനം വളരെ പ്രത്യേകത ഉള്ളതാണ്. തൃപ്രയാർ എന്ന പേരിൽ പിന്നിൽ 2 പ്രധാന വിശ്വാസങ്ങളുണ്ട്. ഒന്നാമത്തെ കഥ, വാമനാവതാരത്തിൽ മഹാവിഷ്ണു ത്രിവിക്രമനായി വളർന്നപ്പോൾ അവന്റെ തിരുവടി ബ്രഹ്മാവ് കഴുകിയതായി വിശ്വാസം. ആ ജലം ഭൂമിയിലേക്ക് ഒഴുകി ഒരു നദിയായി മാറി. തിരുപാത 6 എന്ന് വിളിക്കപ്പെട്ടത് പിന്നീട് തൃപ്രയാർ ആയി മാറി. രണ്ടാമത്തെ കഥ, ഗംഗാ നദി ക്ഷേത്രത്തെ ചുറ്റി ഒഴുകി പിന്നീട് ഭക്തരുടെ സൗകര്യത്തിന് ദിശ മാറ്റി. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം പിന്നീട് തൃപ്രയാർ ആയി അറിയപ്പെട്ടു. ഇന്ന് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന തീവ്ര നദി ഈ ഐതിഹ്യങ്ങളുടെ സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു. ഇവിടെ നിരവധി പ്രത്യേക വഴിപാടുകളുണ്ട്. കതിരവെടി വൈഷ്ണവ ക്ഷേത്രത്തിൽ അപൂർവമായ ഒരു വഴിപാട്. ഹനുമാന്റെ വിജയത്തിന്റെ സ്മരണയായി കരുതപ്പെടുന്നു. മീനൂട്ട്, നദിയിലെ മീനുകൾക്ക് ഭക്ഷണം നൽകൽ പ്രകൃതിയോടുള്ള ആദരവിന്റെ അടയാളം. ചാത്തൻ ഭണ്ഡാരം, ദോഷങ്ങൾ നീക്കാൻ വിശ്വാസമുള്ള വഴിപാട്. ഈ വഴിപാടുകൾ ഭക്തരുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുമെന്ന് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്ത് ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും കാണാം. അവിടെ വലിയ വിഗ്രഹത്തിൽ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന ഹനുമാനെ ദർശിക്കാം. ശ്രീരാമന്റെ ഏറ്റവും വിശ്വസ്തനായ ഭക്തനാണ് ഹനുമാൻ എന്നെല്ലാവർക്കും അറിയാലോ. ഹനുമാന്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന്റെ ദൈവികതയെ കൂടുതൽ ഉയർത്തുന്നു. ഇവിടുത്തെ പ്രധാന ഉത്സവം ഏകാദശിയാണ്. അതുപോലെ തന്നെ നാലമ്പല യാത്രയുടെ ആദ്യ സ്ഥാനമാണ് ഈ ക്ഷേത്രം. രാമൻ തൃപ്രയാർ, ഭരതൻ കൂടൽമാണിക്യൻ ടെമ്പിൾ, ലക്ഷ്മണൻ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ടെമ്പിൾ, ശത്രുഘ്നൻ പായമ്മൽ ശത്രുഘ്ന ടെമ്പിൾ. സഹോദര ബന്ധത്തിന്റെ മഹത്വവും ധർമ്മത്തിന്റെ പ്രാധാന്യവും ഓർമ്മിക്കുന്ന ഒരു തീർത്ഥാടനം. ഈ ക്ഷേത്രം പഴയ കാലത്ത് പല ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. കാലക്രമേണ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ സംസ്കാരവും ശില്പകലയും ഇവിടെ വ്യക്തമായി കാണാം. സർവദുരിതഹരനായ തൃപ്രയാറപ്പൻ ഭക്തരുടെ ജീവിതത്തിൽ സമാധാനവും ആത്മവിശ്വാസവും നൽകുന്ന ദൈവമാണ്. ഈ ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായ സമാധാനം നമ്മൾ അനുഭവിക്കും. നദിയുടെ ശാന്തമായ ഒഴുക്ക്, മണിച്ചണ്ടയുടെ ശബ്ദം, ധൂപത്തിന്റെയും പൂക്കളുടെയും സുഗന്ധം, ഇതെല്ലാം കൂടി ഒരു ദൈവിക അനുഭവം നമ്മൾക്ക് നൽകുന്നു. ഭക്തർ പലരും പറയുന്നത് ഇവിടെ ഒരിക്കൽ ദർശനം നടത്തിയാൽ വീണ്ടും വീണ്ടും വരണമെന്ന് തോന്നുമെന്നാണ്. തൃപ്രയാറപ്പനെ സർവദുരിതഹരൻ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. ജീവിതത്തിലെ കഷ്ടതകളും വിഷമങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി.
ഈ ക്ഷേത്രത്തിന്റെ ശില്പകലയും വളരെ പ്രത്യേകമാണ്. കേരളത്തിന്റെ പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച ശ്രീകോവിലും മരപ്പണികളും രാമായണ കഥകൾ ചിത്രീകരിച്ച ശില്പങ്ങളും ഇവ കാണുമ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന കഥാപുസ്തകം പോലെ തോന്നും. ഈ ക്ഷേത്രം മതപരമായ ഒരു കേന്ദ്രം മാത്രമല്ല, കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ജീവിച്ചിരിക്കുന്ന ഒരു പ്രതീകമാണ്. ഉത്സവകാലങ്ങളിൽ ഇവിടുത്തെ ആഘോഷങ്ങൾ കാണാൻ അനേകം ഭക്തർ എത്താറുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരാൾക്ക് ആശ്രയിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. അത്തരത്തിൽ അനേകം ഭക്തർക്കും ആശ്വാസം നൽകുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ് തൃപ്രയാറപ്പൻ. തൃശൂരിലെ പ്രശസ്തമായ തൃപ്രയാർ ശ്രീ രാമസ്വാമി ടെമ്പിൾ എന്ന ഈ മഹത്തായ ക്ഷേത്രത്തിന്റെ പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. കടലിൽ നിന്ന് ലഭിച്ച വിഗ്രഹത്തിന്റെ കഥ, ത്രിമൂർത്തി രൂപത്തിലുള്ള ശ്രീരാമൻ, കതിനവെടി, മീനൂട്ട് പോലുള്ള അപൂർവ വഴിപാടുകൾ, ഹനുമാൻ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, നാലമ്പല തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം, ഈ വീഡിയോയിലെ വിവരങ്ങൾ വിവിധ ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വന്തം ശൈലിയിൽ അവതരിപ്പിച്ചത്. സർവദുരിതഹരനായ തൃപ്രയാറപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ.